വിശാലമായ ഒരു കാടിന്റെ ഓരത്ത് പച്ചപുതച്ച കുന്നിൻചെരിവുകൾക്കിടയിൽ ചെറിയ അരുവികളും പൂക്കളും നിറഞ്ഞ ശാന്തവും സുന്ദരവുമായ ഒരു കൊച്ചുഗ്രാമമുണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ രാമു എന്നു പേരുള്ള ഒരു മരംവെട്ടുകാരൻ കുടുംബത്തോടൊപ്പം സന്തോഷത്തോടെ കഴിഞ്ഞു. രാമുവിന് വലിയ സമ്പാദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. അവന്റെ ജീവിതം കാട്ടിൽ നിന്ന് മരം വെട്ടി വിറ്റുകിട്ടുന്ന തുച്ഛമായ വരുമാനത്തിലായിരുന്നു. എങ്കിലും അവൻ അതിയായ സത്യസന്ധനും കഠിനാധ്വാനിയുമായിരുന്നു. അവന്റെ കൈക്കരുത്തും മനസ്സിലെ നന്മയും ഗ്രാമത്തിൽ എല്ലാവർക്കും സുപരിചിതമായിരുന്നു. ദിവസവും അതിരാവിലെ അവൻ മഴുവുമായി കാട്ടിലേക്ക് പോകും. ഉച്ചയാകുമ്പോഴേക്കും അവൻ നിറയെ വിറകുമായി ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തും. ഒരു ഉഷ്ണകാലത്ത് സൂര്യൻ തന്റെ തീവ്രമായ കിരണങ്ങൾ ഭൂമിയിലേക്ക് ചൊരിഞ്ഞുകൊണ്ടിരുന്ന ഒരു മധ്യാഹ്നത്തിൽ രാമു ഒരു പുഴയുടെ തീരത്തുനിന്ന് മരം വെട്ടുകയായിരുന്നു. ചൂട് കാരണം അവന്റെ ശരീരം വിയർത്തൊഴുകി. അവൻ തന്റെ മഴുവെല്ല ശക്തിയുമെടുത്ത് ഒരു മരത്തിലേക്ക് ആഞ്ഞുവെട്ടി. അപ്പോഴാണ് അത് സംഭവിച്ചത്. അവന്റെ കയ്യിൽ നിന്ന് മഴുവഴുതി നേരെ പുഴയുടെ നടുവിലേക്ക് ആഴങ്ങളിലേക്ക് താണുപോയി. രാമു ഞെട്ടിപ്പോയി. അവന്റെ ഹൃദയം നിലച്ചുപോയെന്ന് തോന്നി. ആകെ അവനുണ്ടായിരുന്ന ഏക സമ്പാദ്യം, അവന്റെ ജീവിതമാർഗം പുഴയിലെ ആഴങ്ങളിൽ അപ്രത്യക്ഷമായിരിക്കുന്നു. മരങ്ങൾ വെട്ടാൻ മഴുവില്ലാതെ അവന് എങ്ങനെ തന്റെ കുടുംബത്തെ പോറ്റും? അവന്റെ ഭാര്യയും വിശന്നു കരയുന്ന കുഞ്ഞുങ്ങളുടെ മുഖവും അവന്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. നിസ്സഹായനായി അവൻ പുഴയുടെ കരയിൽ പാറക്കെട്ടുകളിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. അവന്റെ കണ്ണുനീർ പുഴവെള്ളത്തിൽ ലയിച്ചു ചേർന്നു. അവന്റെ കരച്ചിൽ കാട്ടിലെ പക്ഷികളെപ്പോലും ദുഃഖിപ്പിച്ചു. രാമുവിന്റെ ദുഃഖം കണ്ടിട്ടാവണം പെട്ടെന്ന് പുഴയിലെ വെള്ളം ഇളകിമറിഞ്ഞു. വെള്ളത്തിൽ നിന്ന് ഒരു മനോഹരിയായ ജലകന്യക പതുക്കെ ഉയർന്നുവന്നു. അവളുടെ ദേഹം വെള്ളിവെളിച്ചം പോലെ തിളങ്ങി. കണ്ണുകളിൽ കാരുണ്യം നിറഞ്ഞിരുന്നു. എന്താണിത്? നല്ല മനുഷ്യനായ നീ എന്തിനാണിങ്ങനെ കരയുന്നത്? അവൾ മൃദുലമായ സ്വരത്തിൽ ചോദിച്ചു. ജലകന്യകയെ കണ്ടപ്പോൾ രാമുവിന് അത്ഭുതവും ഒപ്പം ഒരുതരം ആശ്വാസവും തോന്നി. അവൻ നടന്ന കാര്യങ്ങൾ അവളെ അറിയിച്ചു. അവന്റെ ശബ്ദമിടറി, വാക്കുകൾ മുറിഞ്ഞുപോയിരുന്നു. എന്റെ മഴു വെള്ളത്തിൽ വീണുപോയി. എനിക്കിനി എങ്ങനെ ജീവിക്കും? എന്റെ കുടുംബം വിശന്നു മരിക്കില്ലേ? ജലകന്യക രാമുവിന്റെ നിഷ്കളങ്കതയും ദുഃഖവും കണ്ടപ്പോൾ പുഞ്ചിരിച്ചു. അവളുടെ പുഞ്ചിരിയിൽ പോലും ഒരുതരം ആശ്വാസമുണ്ടായിരുന്നു. വിഷമിക്കേണ്ട, ഞാൻ നിന്നെ സഹായിക്കാം, അവൾ പറഞ്ഞു. അവളുടെ വാക്കുകൾ കേട്ടതും രാമുവിന് ഒരു പ്രതീക്ഷയുടെ നേർത്ത കിരണം മനസ്സിൽ തോന്നി. അവൾ വെള്ളത്തിലേക്ക് ഊളിയിട്ടു അപ്രത്യക്ഷയായി. നിമിഷങ്ങൾക്കകം അവൾ വീണ്ടും വെള്ളത്തിൽ നിന്ന് ഉയർന്നുവന്നു. അവളുടെ കയ്യിൽ സൂര്യനെപ്പോലെ തിളങ്ങുന്ന ഒരു സ്വർണ്ണമഴു ഉണ്ടായിരുന്നു. അതിന്റെ പ്രകാശം കാടിന്റെ ഇരുട്ടിൽ പോലും മിന്നിത്തിളങ്ങി. ഇത് നിന്റെ മഴുവോ? അവൾ രാമുവിനോട് ചോദിച്ചു. രാമു ആ സ്വർണ്ണമഴുവിലേക്ക് നോക്കി. അവന്റെ ജീവിതത്തിൽ അവൻ അതുപോലെ ഒരു മനോഹരമായ വസ്തു കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് അവന്റെ പഴയ ഇരുമ്പ് മഴുവേക്കാൾ എത്രയോ വിലപിടിപ്പുള്ളതായിരുന്നു. അത് സ്വന്തമാക്കാൻ അവന് ഒരു നിമിഷം ആഗ്രഹം തോന്നി. പക്ഷേ അവന്റെ മനസ്സ് അവനോട് പറഞ്ഞു, ഇത് നിന്റെ മഴുവല്ല, സത്യസന്ധനായിരിക്കുക. അവൻ തലയാട്ടി. ഇല്ല മാഡം, അവൻ ദുഃഖം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. അത് എന്റെ മഴുവല്ല. എനിക്കിങ്ങനെയൊരു മഴു സ്വന്തമായിട്ടില്ല. ജലകന്യകയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. അവൾ വീണ്ടും വെള്ളത്തിലേക്ക് മറഞ്ഞു. ഇത്തവണ അവൾ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവളുടെ കയ്യിൽ ചന്ദ്രനെപ്പോലെ വെട്ടിത്തിളങ്ങുന്ന ഒരു വെള്ളി മഴുവായിരുന്നു. ഇത് നിന്റെ മഴുവോ? അവൾ വീണ്ടും ചോദിച്ചു. രാമു ആ വെള്ളി മഴുവിലേക്ക് നോക്കി. അതും അതിമനോഹരമായിരുന്നു. സ്വർണ്ണ മഴുവില്ലെങ്കിൽ ഈ വെള്ളി മഴു കിട്ടിയാൽ പോലും തന്റെ ദാരിദ്ര്യം മാറുമെന്ന് അവൻ ചിന്തിച്ചു. പക്ഷെ അവന്റെ മനസാക്ഷി അവനെ തടഞ്ഞു. ഇല്ല മാഡം, രാമു നിസ്സഹായതയോടെ പറഞ്ഞു. അതും എന്റെ മഴുവല്ല. ജലകന്യകയുടെ മുഖത്തെ പുഞ്ചിരി കൂടുതൽ വലുതായി. രാമുവിന്റെ സത്യസന്ധത അവളെ അതിശയിപ്പിച്ചു. അവൾ മൂന്നാമതും വെള്ളത്തിലേക്ക് മുങ്ങി. ഇത്തവണ അവൾ ഉയർന്നുവന്നപ്പോൾ അവളുടെ കയ്യിൽ രാമുവിന്റെ സ്വന്തം പഴകിയതും തേഞ്ഞുപോയതുമായ ഇരുമ്പു മഴുവായിരുന്നു. അതിന്റെ പിടിയിലെ അടയാളങ്ങളും ബ്ലേഡിലെ തുരുമ്പിച്ച പാടുകളും അവന് സുപരിചിതമായിരുന്നു. ഇത് നിന്റെ മഴുവോ? അവൾ ചോദിച്ചു. രാമുവിന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിച്ചു. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. അതെ മാഡം, അത് എന്റെ മഴുവാണ്. എന്റെ ജീവൻ തിരികെ കിട്ടിയതുപോലെ. അവൻ സന്തോഷത്തോടെ ആശ്ചര്യപ്പെട്ടു. അവൻ മഴുവയ്ക്കാനായി കൈകൾ നീട്ടി. ജലകന്യകയ്ക്ക് രാമുവിന്റെ സത്യസന്ധതയിൽ അതിയായ സന്തോഷം തോന്നി. രാമു, നീ യഥാർത്ഥത്തിൽ ഒരു സത്യസന്ധനായ മനുഷ്യനാണ്, അവൾ പറഞ്ഞു.
അവളുടെ ശബ്ദം സ്നേഹം കൊണ്ട് നിറഞ്ഞിരുന്നു. നിനക്ക് ആവശ്യമില്ലാത്ത ഒന്നിനും വേണ്ടി നീ കള്ളം പറഞ്ഞില്ല. നിനക്ക് നിന്റെ സത്യസന്ധതയ്ക്ക് ഞാൻ പ്രതിഫലം നൽകും. നിനക്ക് ഈ 3 മഴുവയും സൂക്ഷിക്കാം, ഈ സ്വർണമഴുവ്, വെള്ളിമഴുവ്, നിന്റെ സ്വന്തം ഇരുമ്പുമഴുവും. രാമുവിന് കണ്ണുനീരോടെ അവളെ നന്ദി പറയാൻ വാക്കുകൾ കിട്ടിയില്ല. അവൻ 3 മഴുവുമായി വീട്ടിലേക്ക് മടങ്ങി നടന്ന അത്ഭുതകരമായ കാര്യങ്ങളെല്ലാം അവന്റെ കുടുംബത്തോട് പറഞ്ഞു. അവന്റെ കുടുംബത്തിനത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സന്തോഷത്താൽ അവർ തുള്ളിച്ചാടി. അന്നുമുതൽ രാമുവും അവന്റെ കുടുംബവും ആഡംബരത്തോടെയല്ലെങ്കിലും ദാരിദ്ര്യമില്ലാതെ സുഖമായി ജീവിച്ചു. രാമു ഒരിക്കലും തന്റെ പഴയ കഠിനാധ്വാനം ഉപേക്ഷിച്ചില്ല. അവൻ എന്നും എല്ലാവരോടും സത്യസന്ധനായി തുടർന്നു. കാരണം അവനറിയാമായിരുന്നു, സത്യസന്ധതയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ധനമെന്ന്. കഥയുടെ സാരം: സത്യസന്ധതയാണ് ഏറ്റവും നല്ല നയം. നമ്മൾ സത്യസന്ധരായിരിക്കുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് നഷ്ടങ്ങൾ വരുത്തിയേക്കാം എന്ന് തോന്നിയേക്കാം. പക്ഷേ സത്യസന്ധതയ്ക്ക് എപ്പോഴും ഒടുവിൽ പ്രതിഫലം ലഭിക്കും, ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്തതിലും വലിയ രീതിയിൽ.